മുതൽ 8 കിലോമീറ്റർ അകലെയുള്ള അകത്തുചാൽ വരെ തോട് നിർമ്മിച്ച് ശുദ്ധജലം എത്തിച്ചാൽ ഈ ലക്ഷ്യമെല്ലാം കൈവരിക്കാമെന്നായിരുന്നു ഉദ്ദേശമെങ്കിലും വിപരീത ഫലങ്ങളാണുണ്ടായത്. തുരുത്തേപ്പാടത്തു നിന്നാണ് പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയത്. പദ്ധതിയുടെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള അപാകതകൾ അനവധിയാണ്. ഒന്നാം ഘട്ടത്തിലെ പ്രധാന പ്രശ്നം മോറത്തോട് കോളനി നിവാസികൾ നേരിടുന്ന ദുരിതങ്ങളാണ്. 19 കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയുടെ അരികിലൂടെ പോകുന്ന തോടിന് 5 മുതൽ 10 മീറ്റർ വരെയാണ് ആഴം. തോട് കുഴിച്ചതിന് ശേഷം കിണറുകളിലെ ജലനിരപ്പ് കുറയുകയും വെള്ളം മോശമാവുകയും ചെയ്തു. തോടിനോട് ചേർന്നുള്ള വീടുകളുടെയും പ്രത്യേകിച്ച് കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തോട്. മാലിന്യം അടിഞ്ഞുകൂടിയതിനാൽ കൊതുക് ശല്യവും മറ്റാരോഗ്യ പ്രശ്നങ്ങളും രൂക്ഷമാണ്. ഈ പ്രാവശ്യം വെള്ളം 2 ആഴ്ചയായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. വെള്ളം കണ്ട മഞ്ഞ കളറായിട്ട്. ഈ തോട് വരുന്നതിന് മുമ്പ് ഈ കിണറ്റിലെ വെള്ളം നിങ്ങൾ ഉപയോഗിച്ചിരുന്നു കുടിക്കാൻ? ഞങ്ങൾ വേറെ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിന് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. ഭയങ്കര കൊതുകിന് ശല്യം. പിന്നെ കൊച്ചു പിള്ളേരാണ്. അങ്ങോട്ട് സൈഡ് നോക്കി ആ സൈഡൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വഴിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടിലേക്കാണ് വീഴുന്നത്. ആ ഭാഗം ഒന്ന് പിടിച്ച് നോക്കണം. ഞങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു ഉപദ്രവമാണ്. ഒന്നാമത്തെ കിണർ വെട്ടി പോണു, രണ്ടാമത് കൊതുക് ശല്യം. ഇപ്പൊ ഭൂമി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വടക്കൻ സൈഡ് ഇല്ലി നിൽക്കണതിന്റെ സൈഡിൽ നിന്ന് മൊത്തമായിട്ട് ഇടിഞ്ഞങ്ങോട്ട് തോട്ടിലേക്ക് ഇപ്പൊ കാണാം. പാവങ്ങളായ ഇവരുടെ പ്രശ്ന പരിഹാരത്തിന് ഒരു പദ്ധതിയും ഇതുവരെ വിഭാവനം ചെയ്ത് കണ്ടില്ല. ഈ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ 18 ലക്ഷം രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള മാള എളന്തിക്കര റോഡിലെ കൾവർട്ടിന്റെ ഇരുഭാഗവും ഇടിയുന്നത് റോഡിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. ഈ കൾവർട്ടിനോട് ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള ചീർപ്പ് സംവിധാനം ഇതുവരെ ഉപയോഗിക്കാത്തത് മൂലം കാലവർഷത്തിൽ താഴഞ്ചിറ പാടങ്ങളിൽ വെള്ളക്കെട്ടിനാൽ നെൽകൃഷി നശിക്കുന്നു. തോടിന്റെ 3ാം ഘട്ട നിർമ്മാണം മുട്ടിക്കൽ പാടത്തിലൂടെയാണ്. ഉയർന്ന പ്രദേശമായ ഇവിടെ ആഴത്തിൽ തോട് കുഴിച്ചതിനാൽ പാടത്തെ വെള്ളം തോട്ടിലേക്ക് ഊർന്നിരിക്കുന്നത് മൂലം 2 പൂവ് കൃഷി ചെയ്തിരുന്ന പാടം കൃഷിയോഗ്യമല്ലാതായി. കുഴിച്ചെടുത്ത മണ്ണ് ഈ പാടത്ത് തന്നെ ഇട്ട് നികത്തിയത് പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതാക്കി. വെള്ളം ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല, കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. അല്ല, ഇത് വന്നപ്പോ നിങ്ങളെ ഇഷ്ടം എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഇത് വന്ന ഗുണമുണ്ടാവുന്നതാണ്. ഇവിടെ ഞങ്ങളോട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബണ്ട് വരും എന്ന് പറഞ്ഞു. അവിടെ ചീർപ്പിട്ടിട്ട് വെള്ളം ഇതിലെ അരിയെ അടിച്ചു തരുമെന്നാണ് പറഞ്ഞത്. അതിലെ ഈ കനാല് ഇവിടെ കലങ്ക് വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചാൽ പറഞ്ഞു നിങ്ങള് മോട്ടർ വെച്ച് വെള്ളം അടിച്ചിട്ടോളാം. വേനൽക്കാലത്ത് അരുമ്പാടും അതിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇതുപോലെ ഇത് വന്നതിന് ശേഷം ഇവിടെ കംപ്ലീറ്റ് വെള്ളം. അപ്പൊ ആ ഏരിയയിലുള്ള ചേട്ടന് ഇവിടെ ഈ പാടത്ത് കൃഷി ചെയ്തിരുന്നു? അതെ, ഇതാണ് കൃഷി ചെയ്യുന്നത്. എനിക്ക് ഓർമ്മ ഞാൻ കൃഷി ചെയ്യുന്നതാണ്. ഇപ്പൊ കൃഷി ചെയ്യാതായിട്ട് ഇപ്പൊ ഒരു ഇത് വന്നതിന് ശേഷം ഒന്നും ചെയ്യാനില്ല. ഈ തോട് വന്നതിന് ശേഷം കൃഷി ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പാടവും താഴ്ന്നു, പുഴയും താഴ്ന്നു. അപ്പൊ അന്ന് ഏതാണ്ട് 1 മീറ്റർ താന്നാൽ വെള്ളം പൂരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത് പ്ലാൻ തെറ്റി പിന്നെ 2 മീറ്ററായി, 3 മീറ്ററായി, 5 മീറ്ററായിട്ട് വെള്ളം അവിടെ നിന്ന് ഒലിച്ചു പോരാനുള്ള സാധ്യതയില്ല. ഇവിടെ ഈ കൃഷി ഇടങ്ങളൊക്കെ ആരുടെയും സഹായം കൂടാതെ പ്രകൃതിയിൽ സുലഭമായിട്ട് ഇന്നും തണവ് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇത് കുടിക്കുന്നതിന് മുൻപ് അതിന് തലേ ദിവസം വരേക്കും വർഷങ്ങളല്ല അങ്ങനെ. അപ്പൊ ഈ ഏരിയ ഇവിടെ നിന്ന് അവിടം വരേക്കും കൃഷി പരിപൂർണമായിട്ട് നശിച്ചു. ഈ ഭൂമിയിലെ ഈർപ്പം താണു പോയി ഇവിടെയും ഉണക്ക് ബാധിക്കുന്നു. ഈ പാടത്തോട് ചേർന്നുള്ള ഭൂമിയിലെ കിണറുകളിൽ വെള്ളം താഴുന്നത് മറ്റ് കാർഷിക വിളകളെയും ബാധിച്ചിട്ടുണ്ട്. ഈ 2-3 പറമ്പിലേക്ക് ഇഷ്ടം പോലെ വെള്ളം അടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഈ മോർത്തോട് താത്തിയ പിന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല.
ഇപ്പൊ ഞങ്ങളുടെ ആ വീട്ടിൽ പോയാണ് ഒരു കുടം വെള്ളം കോരി കൊടുന്ന് അരിച്ചു കുടിക്കണം. ഏതൊക്കെ ഞങ്ങളുടെ വാഴ ഇതൊക്കെ കൃഷികളൊക്കെ നോക്ക് നിങ്ങ ഇതൊക്കെ അനുഭവം. ഈ പറമ്പിൽ കിടക്കണ ഇത് കണ്ട അനുഭവങ്ങളാണിത്. ഇത് പഠിച്ച് അങ്ങ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുറത്തോളം എത്താൻ വന്ന് ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ തടയും. അത് ഈ നാട്ടിൽ തടയും. നിങ്ങൾ ചെയ്തിരുന്ന ഈ കൃഷിക്ക് എത്ര വർഷമായിട്ട് ഇപ്പൊ? ഞങ്ങൾക്കൊരു 4 വർഷമായിട്ട് ഇപ്പൊ മുറത്തോട് തത്തി ആ വർഷം തുടങ്ങി. കിണറ്റില് വെള്ളം ഇല്ല, കുടിക്കാൻ വെള്ളമില്ല. ഇത് കണ്ട ഇത് നിങ്ങൾ കാഴ്ചയാണിത്. എത്ര പറമ്പാണ് നിങ്ങൾ കണ്ടു കണ്ട ഇത് ഈ പറമ്പൊക്കെ. 4ാം ഘട്ട നിർമ്മാണം തുടങ്ങുന്നത് താഴഞ്ചിറ പാടത്തു നിന്നാണ്. ഈ തോടിന്റെ കുറേ ഭാഗം CCDP പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. അവിടെ കനാലടിക്കാതെ നിൽക്കണ കാരണം കൊണ്ട് അവിടെ വെള്ളം തീറി. ആ വെള്ളം ഇപ്പൊ ഈ മോത്തോട് വഴി ഇതിന് തികച്ച് വഴിക്കുന്നുണ്ട്. അത് ആ ഒരു വെള്ളം അല്ലാണ്ട് ഇവിടെ ഒരു വെള്ളമില്ല. ഇല്ല. ഈ തോട് വരുന്നതിന് മുമ്പ് ഇവിടെ കൃഷി ചെയ്തിരുന്നു? പിന്നെ അവരൊക്കെ ചെയ്തിരുന്നാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് കൃഷി ചെയ്യാൻ പറ്റുക? തോട് വെള്ളം വരുന്നില്ല. വെള്ളം കീഴോട്ടിരുന്നപ്പോ ഗണ്ടിന് കുടിക്കാൻ വെള്ളം കേട്ടാടെ. വെള്ളം കീഴോട്ടിരുന്നു. അതിന്റെ പേരിൽ ഇപ്പൊ കൃഷി ചെയ്യാൻ ഇരിക്കും. നമുക്ക് കൃഷി ചെയ്യാൻ സൗകര്യം ഉണ്ടാവും എന്നൊക്കെ താല്പര്യം ഉണ്ടായി. പക്ഷെ അത് നടക്കണില്ല. 3 കൂപ്പ് കൃഷിയൊക്കെ ഇവിടെ ഇരുന്നാണ് എടുക്കാന്നുള്ള ഉദ്ദേശം താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പറ്റണില്ല. കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ? ആരും ചെയ്യാൻ രാജ്യം മുഴുക്കുന്ന കിടക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇനി രാജ്യം മുഴുക്കുന്ന കിടക്കാണ്. കഴിഞ്ഞ കാലം കൊണ്ട് ഈ തോടിൽ വെള്ളം ഉണ്ടായിരുന്നു. അന്ന് അത് അവിടെ അടിക്കാണ്ടിരിക്കുമ്പോഴാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ താഴഞ്ചിറ പാടത്ത് വെള്ളക്കെട്ട് മൂലം കൃഷി നശിക്കുന്നത് കൂടാതെ തോണ്ടൽ തോട് വഴി ഓരുവെള്ളം കയറി തടം താണിക്കപ്പാടം ഉൾപ്പെടെയുള്ള പാടങ്ങൾ കൃഷിയോഗ്യമല്ലാതായി. തോടിന് സമീപമുള്ള കിണറുകളിൽ ഉപ്പുവെള്ളം കലർന്ന് കുടിവെള്ളം തന്നെ മുട്ടിയ സ്ഥിതിയുമായി. അവിടെ നിന്നാണ് പാലം നെട്ടനെ വാർത്തു പോണത്. ഇവിടെ പണിതേക്കണ അങ്ങനെയല്ല, സമനിരപ്പിന്ന് താത്തിയിട്ടിരുന്ന പാലം പണിതേക്കുന്നത്. അതിന്റെ പേരിൽ എങ്ങനെയാണെന്ന് വെച്ചാല് വെള്ളം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗതാഗതം ഇല്ല. വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ പറമ്പിലേക്ക് കയറാം. അത് തന്നെയല്ല ഈ തൊണതേ ഉപ്പ് കയറിയിട്ട് കുടിക്കാൻ വെള്ളമില്ല. കുടിക്കാൻ വെള്ളമില്ലാണ്ട് ഞങ്ങൾ 5 വീടിനപ്പുറം പോയാൽ ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്നത്. ആ വെള്ളം കൊണ്ടുവന്ന് കിട്ടിയ ഉപ്പ് കട്ടുപ്പാണ് ഞങ്ങളുടെ പറമ്പ്. എല്ലാ കിണറ്റുകളിലും അതെ. 1-2 വീടുകളല്ല ഇവിടെ ഉള്ളത്. 10-15 വീട്ടുകാരാണ് പോണതില് വടക്കോട്ട് പോണത്. അത് നിങ്ങൾക്ക് കാലത്തൊന്ന് കാണക്കോട്ടം കൊണ്ട് ഓരോരുത്തർ ചുമക്കണത്. ഈ വെള്ളം ഉപ്പല്ലേ അങ്ങോട്ട് കയറണത്. അന്ന് വായലിൽ വെച്ച് ഉപ്പാണ്. ഈ തോട്ടിലെ വെള്ളം ഉപ്പാണ്. എവിടെ നിന്ന് ഉപ്പ് കയറി ഞാൻ കാരണം ഈ തോട്ടിലെ വെള്ളം ഉപ്പാണ്. ഇപ്പോൾ ഈ പാടങ്ങളിലെ മണ്ണ് ഇഷ്ടിക നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയാണ്. 5ാം ഘട്ടത്തിൽ കരഭൂമിയിലാണ് പ്രധാനമായും തോട് നിർമ്മിക്കേണ്ടത്. കുഴിച്ചു തുടങ്ങിയ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതിനാൽ പണി നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്നുള്ള തോട് നിർമ്മിക്കേണ്ടത് ഏത് ഭാഗത്തുകൂടിയാണെന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഇതിനായി ഭൂവുടമകളുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 വർഷമായി തുടർ നടപടികൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഈ ഘട്ടം പൂർത്തീകരിക്കണമെങ്കിൽ 500 മീറ്ററോളം തോടുകുഴിച്ച് സംരക്ഷണ ഭിത്തി കെട്ടുകയും 5 കൾവർട്ടുകൾ കൂടി നിർമ്മിക്കേണ്ടതുണ്ട്. ഇത് വലിയ സാമ്പത്തിക ചെലവ് വരുത്തുന്നതാണ്. വിജയിക്കുമെന്ന് വെച്ചാൽ വേറെ ഒന്നും വെച്ചാൽ ഈ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അത് കെട്ടേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവർക്കും കൂടി ഗുണം കിട്ടണമെന്നുള്ള രീതിയിലാണ് നമ്മൾ അത് സ്ഥലം വിട്ടു കൊടുക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും അത് നമ്മൾ അത് കെട്ടി കല്ല് ചാരിപ്പോയിരുന്നു. ഇല്ലെങ്കിൽ അത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് ഉണ്ടാവില്ല, ഇടിഞ്ഞിടിഞ്ഞ് പോകും. ഇപ്പൊ തന്നെ അപ്പുറത്ത് കാണാം ഒന്ന് താത്യമാതിരി അല്ല എടുക്കുന്നത്. അതിന്റെ ഇരട്ടി ഇപ്പൊ തന്നെ ആയി 1 കൊല്ലം കൊണ്ട്. ഇനി അത് കൊല്ലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ വൈഡൻ ചെയ്ത് പോവുള്ളൂ. ഇതിന്റെ ഉപയോഗം ഇല്ലാതാവും. കാരണം ആ